ഷൈമോളുടെ ഭർത്താവ് ബെഞ്ചോ കൂടി നമുക്കൊപ്പമുണ്ട്. ബെഞ്ചോ, നമസ്കാരം. വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നറിയാം. ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും ഒക്കെ വളരെ വലുതാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന സാഹചര്യം, പോലീസ് കൊണ്ടുവന്ന സാഹചര്യവും പോലീസ് ഉപദ്രവിച്ചതുമൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു ബെഞ്ചോ ഇന്ന്? ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നൈറ്റിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം പ്രശ്നം ബഹളം നടക്കുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫാണ് എന്നെ ഇൻഫോം ചെയ്തിട്ട് ഞാൻ പുറത്തു വന്ന് നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ബഹളം വയ്ക്കുന്നത്, അതായത് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മളത് ചെന്ന് നോക്കുമല്ലോ, കാര്യം എന്താണെന്നുള്ള അന്വേഷിക്കുമല്ലോ. പോലീസാണ് ഇടപെടുന്നത് മനസ്സിലായിട്ടും നമ്മളങ്ങോട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച് പോലീസ് പറഞ്ഞു, നീ ഇതിൽ ഇടപെടരുത്, നിങ്ങൾ മാറി നിന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ മാറി നിന്നു. ഞങ്ങൾ ഇപ്പുറത്തേക്കും മാറി നിന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഞാൻ ആ പൊതുവഴിയിൽ നിന്നിട്ട് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അവിടെ വെച്ച് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മളതിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. ഞാൻ ഒരു സ്ഥലത്തേക്കും ഒളിച്ചോടാനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ 24/7 ജോലി ചെയ്യുന്ന ആളവിടെ. അപ്പോൾ പുള്ളി ഇന്നലെ ആരോപിച്ച ഒരു വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയോടൊക്കെ ഒരു പുച്ഛാണ് തോന്നുന്നത്. ഇത്രയും ഒരു എവിഡൻസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ആൾക്കുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് അയാളോട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മളിവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ ഞങ്ങൾ വൈഫ് ഗർഭിണിയല്ലാന്ന് അറിയില്ല എന്ന് പറഞ്ഞത് എന്തൊരു വലിയ പണ്ടത്തരാന്ന് ആലോചിക്കുക. അത് അവിടെ കോടതിയിൽ പറഞ്ഞു തീർക്കാം നമുക്ക്. അപ്പോൾ അത് ഒരു ആരോപണം നമ്മൾ അവിടെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിനെ പിടിച്ചു കൊണ്ടുപോകണു. മഫ്തിയിൽ വന്ന് നമ്മുടെ ഫോണൊക്കെയും പിടിച്ച് നമ്മളൊരു ടെറസ്റ്റിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം. ആയിക്കോട്ടെ, ആളുടെ ആഗ്രഹമല്ലേ. ആ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മളതിനെ ക്രൂരമായിട്ട് മർദ്ദിക്കണം. അപ്പോൾ നമ്മളെ മർദ്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCTVയിൽ ഇല്ലാത്ത ഗ്യാപ്പുകളൊക്കെ അവർക്ക് അറിയാം. ആ ഗ്യാപ്പുകളിലൊക്കെയാണ് നമ്മളതിനെ ഉപദ്രവിക്കുന്നത്. പിന്നെ ഇവള് അവിടെ വന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ച് കയറി വരുന്ന സമയത്ത് എൻ്റെ തലക്കിട്ട് അടിക്കുമ്പോഴാണ് ഇവള് കയറി വരുന്നത്. ആ കയറി വരുന്നത് ഇവള് കണ്ടപ്പോൾ നേരെ ഇവള് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവിനെ നമ്മുടെ ഇടപെട്ട ആളെ ഉപദ്രവിക്കാനാകുമ്പോൾ എന്താ കാര്യം ചോദിക്കില്ലേ. എന്ത് കാര്യത്തിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ചോദിക്കേണ്ടത് അവരുടെ കടമയല്ലേ. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്ത റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ CCTV അവിടെ കണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ രണ്ടുപേരും പിടിച്ച് വലിച്ചു മാറ്റി വെച്ചു. അവർക്ക് കഴുത്ത് പോലും ഉറച്ചിട്ടില്ല. ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് ആ സമയത്ത്, എൻ്റെ വൈഫ് ഗർഭിണിയുടെ കുഞ്ഞുങ്ങളുടെ തല ഉറച്ചിട്ടില്ലാട്ടോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫുട്ടേജ് കറക്റ്റ് ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അടിച്ച് എൻ്റെ വൈഫിനെ അടിച്ച് അത് കഴിഞ്ഞ് തിരിഞ്ഞ് കറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ പ്രതാപ് ചന്ദ്രനും വേറൊരു തടിച്ചിട്ട് ഒരു പോലീസുകാരെ കറുത്തിട്ട് ഉയരത്തിൽ വരുത്തുണ്ട്. അവനും കൂടിയിട്ടാണ് അടിച്ചത്. അവരുടെ പേരെനിക്ക് അറിയില്ല. നമുക്ക് ആ പുച്ഛം തോന്നുന്നത് അവരോടൊക്കെ. നമുക്ക് ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കാൻ, സ്വന്തം ഭാര്യനെ കൺമുമ്പിലിട്ടിട്ട് അടിക്കുന്നത്. നിങ്ങൾ ഈ ദൃശ്യങ്ങളുമായി പോരാടാൻ പോകുന്നത് കേരള പോലീസിനോടാണ്. പോലീസിന് എന്തും എപ്പോഴും ആരെയും ചെയ്യാമെന്നൊരവസ്ഥ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയും ബുദ്ധിമുട്ടാണ് ഈ പോരാട്ടം എന്ന് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നമുക്കെതിരെ വരാൻ പോകുന്ന കർഷകരുടെ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഉദാഹരണമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഉന്നത അധികാരി ACP ഇവിടെ നമുക്ക് ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ് സംസാരിക്കുന്ന രീതികളിലെ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. അതായത് നമ്മളെ ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കുന്നത്, അതായത് നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഇങ്ങനെ പോലീസിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മളെ കുറേ ഭീഷണിപ്പെടുത്തി നോക്കി. അതിന് നമ്മൾ വഴങ്ങില്ല എന്നുള്ള രീതിയിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ആ മൊഴി എടുത്തു പോയത്. ആ മൊഴി എവിടെ പോയി എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം എന്തുണ്ടായിരുന്നത്. ആ മൊഴിയുമായി ബന്ധപ്പെട്ട് പിന്നീടൊന്നും അറിഞ്ഞില്ല. ഇല്ല, അതങ്ങനെ പോയി. പിന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ 2 പ്രാവശ്യം പോയിട്ട് ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് ACP ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നാടകം മാത്രമായിരുന്നു.
തീർച്ചയായിട്ടും 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 അതിന്റെ ദൃശ്യങ്ങളും പക്കലുണ്ട് അല്ലേ? അതിന്റെ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മറ്റെന്തൊക്കെ തെളിവുകളും ദൃശ്യങ്ങളടക്കം മറ്റെന്തൊക്കെയാണ് കയ്യിലുള്ളത് ഈ പ്രതാപചന്ദ്രനെതിരെ നീങ്ങാനായി? അല്ല, പുള്ളിക്ക് നമ്മളിവിടെ വന്നിട്ട് നമ്മളതിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ആ ടൈം ഫ്രെയിമും, പിന്നെ അതുപോലെ നമ്മൾ അവരടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളും, പിന്നെ ഇവര് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാണിച്ച കാട്ടായങ്ങളും, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫുട്ടേജുകൾ കിട്ടിയല്ലോ എല്ലാതും, അതിലെല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇപ്പോ ഈ ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിൽ കോടതി തന്നിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഫുള്ള് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫയലിന്റെ വലിപ്പം വന്നിട്ട് 515 GB ആണ്. ഒരു സാധാരണക്കാരന് പെട്ടെന്ന് അത് തുറന്ന് നോക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഫയലാണ് കിടക്കുന്നത്. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് ആ ഫയലിൽ നിന്ന് ഞങ്ങൾക്ക് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയത് തന്നെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അതിലുണ്ട്, നമ്മളത് നോക്കും.